Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, ആലപ്പുഴ. ഒരു വിദ്യാർത്ഥി പരീക്ഷയിലേക്ക് അടുക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് പല രീതിയിലുള്ള സ്ട്രെസ്സുകളെ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സുകളെയൊക്കെ റിലീഫ് ചെയ്തുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും നന്നായിട്ട്, പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് സുനിശ്ചിതമായിട്ട് നമ്മൾ വിജയം നേടേണ്ടതാണ്. ഒരു എക്സ്പെരിമെൻറ്റ് മേ ഫെയിൽ, നമുക്ക് എക്സ്പെരിമെൻറ്റിനകത്ത് തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ അവിടെ പരാജയം ഉണ്ടാകാം. പക്ഷേ എക്സാമിനേഷൻ എന്ന് പറയുന്നത് വിജയം നമ്മൾ നിർബന്ധമായി നേടേണ്ടതാണ്. കാര്യം ആ വിജയത്തിലേക്ക് എത്താനായി നാം പരിശ്രമിക്കുന്നത് വളരെയധികം നാളുകളായിരിക്കും. ചിലപ്പോൾ 1 വർഷത്തെ ഒരു കോഴ്സായിരിക്കാം, അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സാവാം. ആ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന കരിയർ, ജോബ്, ക്യാമ്പസുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഡെസിഗ്നേഷൻ തന്നെ മാറ്റിമറിക്കുന്നത്, നമ്മുടെ ലൈഫിൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയങ്ങൾ, അത് ഒരു ദിവസമാവാം, ഒരാഴ്ചയാവാം, ഒരു മന്ത് ആവാം, ഈ സമയത്ത് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് നാം വളരെ സ്പീഡിൽ ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതേപോലെ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ള കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മികച്ച കോഴ്സുകളെക്കുറിച്ച്, മികച്ച ക്യാമ്പസുകളെക്കുറിച്ച്, എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച്, സ്റ്റഡി മെത്തേഡുകളെക്കുറിച്ചൊക്കെ പുതിയ പുതിയ ന്യൂസുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നാമതായിട്ട്, ഒരു വിദ്യാർത്ഥി പരീക്ഷ എടുക്കുമ്പോൾ, അത് തലേദിവസമാവട്ടെ, ഒരാഴ്ചത്തേക്കാവട്ടെ, ഒരു മാസമാവട്ടെ, അവസാനത്തെ ഒരു മാസം നാം പഠിക്കുമ്പോൾ, അല്ലെ അവസാനത്തെ ഒരാഴ്ച പഠിക്കുമ്പോൾ, എപ്പോഴും ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം വേണ്ടത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് പഠിക്കാനായി വേണമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ആ പഠിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ തോന്നണം. അത്ര ശാന്തസുന്ദരമായ ഒരു സ്ഥലമായിരിക്കണം. നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നാം ഡിസ്റ്റർബ്ഡ് ആവും, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നാം കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കണം നമ്മൾ പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. ഇനി ആ പഠിക്കാനിരിക്കുന്ന പ്ലേസിലോ നമുക്ക് എന്തിനെക്കുറിച്ചാണോ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന, കൃത്യമായ ഒരു ടൈം ടേബിളുള്ള, കൃത്യമായി ടൈം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാനായി സെലക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പരീക്ഷ അടുക്കുന്ന അവസാനത്തെ സമയങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് എത്ര പഠിച്ചു എന്നുള്ളതല്ല, ആ പഠിച്ചത് കൃത്യമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അറിവ് അവിടെ പ്രസൻറ്റ് ചെയ്തെടുത്താണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പഠിച്ച മുഴുവൻ അറിവുകളും, 1 വർഷം എടുത്ത് പഠിച്ചതോ 2 വർഷം എടുത്ത് പഠിച്ചതോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും നമ്മൾ നേടിയെടുത്ത ആ ക്യുമുലേറ്റീവ് നോളജ് ഈ പരീക്ഷ എടുക്കുന്ന കുറച്ച് സമയം കൊണ്ട്, അത് 1 ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, 1 മാസം കൊണ്ടോ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന, റീകോൾ ചെയ്യാൻ പറ്റുന്ന നല്ല ക്യാപ്സ്യൂൾ നോട്ടുകൾ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ക്യാപ്സ്യൂൾ നോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ ബിഗിനിങ് ടു എൻഡ് ഉള്ള കാര്യങ്ങൾ ഷോർട്ടായി, അത് നിമോണിക്സ് ആയിട്ടോ, പിക്ചേഴ്സ് ആയിട്ടോ, പോയംസ് ആയിട്ടോ, ഗ്രാഫിക്സ് ആയിട്ടോ ഒക്കെ നമുക്കൊരു പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാം. പക്ഷെ ആ പേപ്പറിലേക്ക് നോക്കുമ്പോൾ, ആ ക്യാപ്സ്യൂൾ നോട്ടിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഷോർട്ടാക്കി നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റണം. ഈ ക്യാപ്സ്യൂൾ നോട്ട് വെച്ചിട്ടുള്ള പഠനം എന്ന് പറയുന്നത് റിവിഷൻ ആകരുത്, അത് റീകോൾ ആയിരിക്കണം. എന്താണ് റിവിഷനും റീകോളും തമ്മിലുള്ള വ്യത്യാസം? റിവിഷൻ എന്ന് പറഞ്ഞാൽ നാം പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് റിവിഷൻ. അതേസമയം റീകോൾ എന്ന് പറയുന്നത് നാം പഠിച്ച് സ്റ്റോർ ചെയ്ത കാര്യങ്ങളെ നമുക്ക് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റീകോൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് എപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടുന്നത്, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുന്നവർക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീകോളിംഗ് കപ്പാസിറ്റി, നമ്മളൊരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ മാറ്ററിൽ നിന്നും നമ്മൾ റീകോൾ ചെയ്ത്, റീകളക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ആ റീകോളിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് മുഴുവൻ കാര്യങ്ങളെയും ഷോർട്ടാക്കുന്ന ഒരു ക്യാപ്സ്യൂൾ നോട്ട് ഉണ്ടാവണം. ഈ ക്യാപ്സ്യൂൾ നോട്ട് വെച്ച് റീകോൾ ചെയ്ത് റിവിഷൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ലേൺ ചെയ്തെടുക്കുക. അത് ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് കൃത്യമായ ഒരു ടൈം ടേബിളിൽ നമുക്ക് എപ്പോഴാണ് റീകോൾ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഈ ക്യാപ്സ്യൂൾ നോട്ട് വെച്ചുള്ള റിവിഷൻ ചെയ്യുന്നത് എന്നതിന് കൃത്യമായ ഒരു ടൈം സിസ്റ്റവും നമ്മുടെ കയ്യിലുണ്ടാവണം. ഇനി മൂന്നാമതായിട്ട്, പരീക്ഷ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പുതിയ പുതിയ ടോപ്പിക്സുകൾ പഠിക്കാതിരിക്കുക. ഈ പരീക്ഷയുടെ സമയങ്ങളിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, അത് ഓബ്ജക്റ്റീവ് എക്സാമിനേഷനോ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനോ ഏതുമാവട്ടെ, ഈ സമയങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ മുഴുവൻ ചാപ്റ്ററുകളിൽ നിന്നും നാം ക്വസ്റ്റ്യൻസ്, ഓരോ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നാം ചെയ്തിട്ടുണ്ടോ?
നമുക്കൊരു എക്സാമിനേഷൻ ഹാളിൽ കയറുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നൊരു തോന്നൽ നമ്മിലേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് നാം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസമാവട്ടെ, ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ ആവട്ടെ, ഈ അവസാന സമയങ്ങളിലൊക്കെ പുതിയ ടോപ്പിക്കുകൾ പഠിച്ച് നാം വീണ്ടും ടെൻഷനാകില്ല, ഇതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിലേക്ക് പോകാതെ മാക്സിമം ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പഠന രീതിയാണ് ഒരു വിദ്യാർത്ഥി ഫോളോ ചെയ്യേണ്ടത്. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയങ്ങളിലൊക്കെ മോക്ക് ടെസ്റ്റ് പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നാം എല്ലാ ദിവസവും ഒരു പരീക്ഷ വീതം നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഒരു നീറ്റ് എക്സാമിനേഷൻ ഒരു സ്റ്റുഡൻറ്റോ JEE എക്സാം എഴുതുന്നതോ കീമോ കുസാറ്റ് എക്സാമിനേഷനോ ഇനി ബോർഡ് എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷനോ ഏതുമാവട്ടെ, എല്ലാ ദിവസവും നാം ഏത് എക്സാമിനേഷനാണോ വിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പരീക്ഷയുടെ സെയിം പാറ്റേണിലുള്ള മോഡൽ എക്സാമിനേഷൻ ഡെയിലി ഒരെണ്ണം വീതം എങ്കിലും ഒരു വിദ്യാർത്ഥി എഴുതിയിരിക്കണം. എന്തിനാണ് ഈ എക്സാമിനേഷൻ എഴുതുന്നത്? ടൈം മാനേജ് ചെയ്യാൻ നാം പഠിക്കണം. എക്സാമിനേഷൻ ടൈമിലുള്ള നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റിയെ നാം കറക്റ്റ് ചെയ്യണം. ഇതെല്ലാം പഠിച്ചിട്ട് കൃത്യമായിട്ട് പരീക്ഷ എഴുതിയതിന് ശേഷം ഈ ആൻസർ ഷീറ്റ് ആര് വാല്യൂ ചെയ്യണം? നാം തന്നെ വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്തിട്ട് നമ്മൾ അതിനൊരു മാർക്ക് ഇടണം. എനിക്ക് 100-ൽ എത്ര % മാർക്ക് കിട്ടി, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്, അത് ഞാൻ കറക്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു മാസം കൃത്യമായിട്ട് 30 മോഡൽ എക്സാമിനേഷൻ എഴുതി, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 7 മോഡൽ എക്സാമിനേഷൻ എഴുതി മുന്നോട്ട് കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു വിദ്യാർത്ഥി എപ്പോഴും നല്ല കോൺഫിഡൻസോടെ ആയിരിക്കും പരീക്ഷയിലേക്ക് എത്തിച്ചേരുക. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ഗാഡ്ഗറ്റ്സുകളാവാം, നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ആവട്ടെ, അതിൽ നിന്നെല്ലാം നാം മാറണം. പർപ്പസ്ഫുള്ളി നമുക്ക് അതിൽ നിന്നെല്ലാം ലീവ് ചെയ്യണം. നമ്മുടെ ഫോക്കസിങ് എന്ന് പറയുന്നത് എനിക്ക് ആ പരീക്ഷയാണ്, ആ പരീക്ഷയിലെ വിജയമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ പഠനത്തിലേക്ക് തന്നെ, ആ പരീക്ഷയിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആകാം. ബാക്കി നമ്മൾക്ക് ഒരു സുഖം തരുന്ന, മധുരം തരുന്ന, നമുക്ക് കംഫർട്ട് തരുന്ന പല സാഹചര്യങ്ങളും നമുക്കുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് എൻ്റെ പഠനത്തിലേക്ക് ഞാൻ ഫോക്കസ്ഡ് ആകാനുള്ള, എന്നെ ഡീവിയേറ്റ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നാം ഒഴിവാക്കണം. ഇപ്പോൾ പേരൻസ് തന്നെ ആവട്ടെ, മോൻ ഇങ്ങനെ വാ എൻ്റെ കൂടെ നമുക്കൊരു ഒരു ടൂറ് പോകാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിവാകണം ഈ പരീക്ഷയുടെ അടുത്തുള്ള സമയങ്ങളിൽ. ഇങ്ങനെ നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പഠനത്തിലേക്ക് നാം ഫോക്കസ് ചെയ്യണം. ദെൻ 6th വൺ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടെക്നിക്കുകൾ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്കറിയാം, നമ്മളൊരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ അറിയാൻ പാടില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തെറ്റിപ്പോയാൽ പെട്ടെന്ന് സ്ട്രെസ്സ് കൂടുകയും ഹാർട്ട് ബീറ്റ് കൂടുകയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാറില്ല. എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ പെട്ടെന്നൊരു സ്ട്രെസ്സിലേക്ക് നാം പോയാൽ എങ്ങനെയാണ് റിലാക്സ് ചെയ്യേണ്ടത്, അത് നാം പ്രാക്ടീസ് ചെയ്യണം. പഠിക്കുന്ന സമയത്ത് പോലും റിലാക്സേഷൻ ടെക്നിക്കുകൾ, അത് ബ്രീത്തിങ് എക്സസൈസ് കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, മെഡിറ്റേഷൻസ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട്, എത്ര സ്ട്രഗ്ലിംഗ് ടൈമിൽ പോലും നമ്മളെ മെഡിറ്റേറ്റ് ചെയ്ത് കാമായിട്ട് നിർത്താൻ പറ്റുന്ന റിലാക്സേഷൻ മെത്തേഡുകൾ കൃത്യമായിട്ട് ലേൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷയുടെ സമയത്ത് ഏറ്റവും പ്രാധാന്യം ചെയ്യേണ്ടത്. പരീക്ഷാ ഹാളിൽ ചിലപ്പോൾ നാം എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തിയതിന് പേരിൽ ഒരു ഇൻവിജിലേറ്റർ പിടിക്കുന്ന പോലുള്ള സാഹചര്യങ്ങളാവാം. അതൊക്കെ കണ്ടിട്ട് നാം ഞെട്ടുവോ വിഷമോ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിൽ നാം എഴുതിയ ഒരു OMR ഷീറ്റിൽ ഒരു ബബിൾ നമ്മൾ മാർക്ക് ചെയ്തു പോയി, അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, ആ സമയത്ത് നാം പാനിക്കായി മുഴുവൻ തെറ്റിച്ച് കളഞ്ഞാൽ ആ 3 മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ ഈ 2 വർഷം പഠിച്ച, അല്ലെങ്കിൽ 1 വർഷം പഠിച്ച മുഴുവൻ നോളജും അവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ള സമയവും സാഹചര്യവുമാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനുള്ള ഒരു റിലാക്സേഷൻ ടെക്നിക്ക് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ഈ സമയത്ത് ഇതിനോടൊപ്പം പ്രാധാന്യത്തോടെ ചെയ്യേണ്ടത്. ദെൻ 7th വൺ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം, നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചാണല്ലോ വിദ്യാർത്ഥി പഠിച്ചു പോകുന്നത്. ടൈം ടേബിളാണ് ഇതെല്ലാ കാര്യങ്ങളും വേണ്ടത്. നമ്മൾ ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും പഠിക്കുന്നതിനും റൊട്ടീൻ ഹാബിറ്റ്സുകൾ ചെയ്യുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ടൈം ടേബിൾ വേണം. ഈ ടൈം ടേബിളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ സെറ്റ് ചെയ്യേണ്ടതാണ് 6 to 8 hours എങ്കിലും ഉറങ്ങാനുള്ള സ്ലീപ്പിംഗ് ടൈം. ഏറ്റവും നന്നായിട്ട് വിജയിക്കുന്ന, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് സ്ലീപ്പിംഗ് ടൈം അവർ കംഫർട്ടായിട്ട് ഉറങ്ങുന്ന കുട്ടികളാണ്. ഇനി അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 6 മണിക്കൂർ ഉറങ്ങണം അല്ലെ 7 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ഉറങ്ങിയാൽ പോരാ. ഡോണ്ട് വേരി ദ ടൈം, ഓൾവേസ് കീപ് സെയിം ടൈം ഫോർ സ്ലീപ്പിംഗ്. നമ്മളൊരു 11 മണിക്ക് ഉറങ്ങി 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവസാനത്തെ ഒരു മാസം എല്ലാ ദിവസവും ആ സെയിം ടൈം നാം ഉറങ്ങാൻ കീപ്പ് ചെയ്യുക.
കാര്യം അത് നമ്മുടെ ബ്രെയിനിന്, സബ് കോൺഷ്യസ് മൈൻഡിന്, നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ ബോഡിക്ക് അത് സെറ്റാവും. ആ സമയത്ത് കൃത്യമായിട്ട് ഉറക്കം വരും, കൃത്യമായിട്ട് നാം എഴുന്നേക്കും, കൂളായിട്ട് നമുക്ക് പഠനത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ പഠിക്കാൻ കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ഇന്നൊരു ദിവസം 12 മണിക്ക് കിടന്നു, നാളെ 2 മണിക്ക് കിടന്നു, അടുത്ത ദിവസം 8 മണിക്ക് കിടന്നു, ഇങ്ങനെ വേരി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒരു ഡിസ്കംഫർട്ട് ആകുകയാണ് ചെയ്യുന്നത്. ഫിസിക്കലി നാം വീക്കാവുക ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഉറക്കം ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 6 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു കുട്ടിക്ക് 18 മണിക്കൂർ കൃത്യമായിട്ട് അധ്വാനിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ. 8th വൺ എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും ഒക്കെ ഹെൽത്തി ആയിരിക്കാൻ, നമ്മളൊരു ഹെൽത്തി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 4 കാര്യങ്ങളാണ്. നാം മെൻ്റലിയും സ്പിരിച്വലിയും ഫിസിക്കലിയും സോഷ്യലിയും നമ്മൾ ഹെൽത്ത് നമുക്ക് വേണം. അപ്പോൾ ഇതിൽ നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നമ്മൾ ഫിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ, ഒരു പരീക്ഷയുടെ സമയത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം റിക്ലക്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ഫുഡുകൾ ഒരു വിദ്യാർത്ഥി കൺസ്യൂം ചെയ്തിരിക്കണം. ഇനി നല്ല ഫുഡുകൾ എന്തൊക്കെയെന്നുള്ളത് വേറൊരു വീഡിയോ ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അടുത്തതായി തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ആ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ഒരു കുട്ടി പരീക്ഷ എടുക്കുന്ന സമയത്ത് അവസാനത്തെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഫുഡുകളെക്കുറിച്ചുള്ള വീഡിയോ പേരൻസിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കുന്ന, നമ്മുടെ ബ്രെയിനിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, നന്നായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി തരുന്ന നല്ല ഫുഡ് ഹാബിറ്റ്സുകൾ ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കുകയും അത് നമ്മുടെ റുട്ടീൻ ലൈഫിൻ്റെ പാർട്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനോടൊപ്പം പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് 9th വൺ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗീവ്നെസ്സുമാണ്. എപ്പോഴും നന്ദിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യുക. പഠിപ്പിച്ച അധ്യാപകരോട്, നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ പേരൻസിനോട്, നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹപാഠികളോട്, എന്ത് സാഹചര്യങ്ങളോടും എനിക്ക് നന്ദിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ചില വിദ്യാർത്ഥികളെ, ചിലരെ നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടിക്കഴിഞ്ഞാൽ അധ്യാപകരും വേണ്ട, മാതാപിതാക്കളും വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ചില കുട്ടികളെയും ചില പേരൻസിനെയും ഒക്കെ, അവരൊക്കെ ആ സമയത്ത് നമുക്കൊരു സുഖം കിട്ടുമായിരിക്കും, പക്ഷേ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ എപ്പോഴും ഒരു നല്ല ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ വന്ന വഴികളിലൂടെ, വളർന്നു വരുന്ന വഴികളിലൂടെ വിജയ വഴികളിലേക്ക് മുന്നേറുമ്പോൾ ആ വഴികളിൽ നമുക്കൊരു താങ്ങും തണലുമായി നമ്മെ വിജയത്തിലേക്ക് നയിക്കാൻ നമുക്ക് അറിവുകൾ പകർന്നു തന്നവരോടൊക്കെ ഒരു നന്ദിയുടെ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളിലേക്ക് എപ്പോഴും ഒരു ഗ്രേസ് അവരിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അതിനോടൊപ്പമാണ് ഫൊർഗീവ്നെസ്. നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, അതൊക്കെ നാം മറന്നു കളയുക. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിനനുസരിച്ച്, ഈ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നാം സൂക്ഷിച്ചു വെക്കുന്നതിനനുസരിച്ച് അവരല്ല നശിക്കുന്നത്, ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ തന്നെയാണ് ഡിസ്റ്റർബ് ചെയ്ത് നമ്മളെ നശിപ്പിച്ച് കളയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് കാര്യം, മറ്റുള്ളവരിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, അതൊക്കെ ക്ഷമിച്ച് കളയാനുള്ള ഒരു നല്ല മനസ്സും, മറ്റുള്ളവരോട് നന്ദിയോടെ എപ്പോഴും ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാനുള്ള നല്ല മനസ്സും എപ്പോഴും നാം ഒരു വിദ്യാർത്ഥി പ്രത്യേകം പരീക്ഷയുടെ സമയത്ത്, അല്ലാതെ റൊട്ടീൻ ലൈഫിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ തയ്യാറാവണം. ദെൻ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 10th വൺ ഈസ് വിഷ്വലൈസ് യുവർ ഗോൾ. നാം ആരായി തീരാനാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ ഇനി ഉണ്ടാകുന്ന വർഷങ്ങളിലെല്ലാം ഞാൻ എന്തൊക്കെ സർവീസുകളാണ് ചെയ്യാൻ പോകുന്നത്, അതിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോഴ്സ്, അതിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്യാമ്പസ്, ഇതിൽ ഞാൻ വിൻ ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അത് വിൻ ചെയ്യുന്നതായിട്ടും ഓരോ നിമിഷവും നാം വിഷ്വലൈസ് ചെയ്യുക. ഒരു ദിവസം രാവിലെ ഉണരുന്നത് തന്നെ, ഞാൻ ഡോക്ടറാകാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന മൊമെൻ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ടായിരിക്കണം ഉണരുന്നത് തന്നെ. പഠിക്കാനിരിക്കുമ്പോഴും നമ്മളിലേക്കൊരു നെഗറ്റീവ് ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്തും എൻ്റെ ഗോളിനെ കുറിച്ച് തിങ്ക് ചെയ്യുക. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ എടുക്കുന്ന അധ്വാനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മധുരമാവും. റൂട്ട് ഓഫ് ദ എഡ്യൂക്കേഷൻ ഈസ് ബിറ്റർ ബട്ട് ദ ഫ്രൂട്ട് ഈസ് സ്വീറ്റ്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കോട്ടിനെ കുറിച്ച്. പഠിക്കുന്ന സമയത്ത് ഇത്തിരി കഷ്ടപ്പാടും കയ്പുകളും ഒക്കെ വരും, പക്ഷേ ആ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ എങ്കിൽ മാത്രമേ നമുക്ക് മധുരകരമായ ഒരു ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ നിമിഷത്തിലും, അത് ഉണരുമ്പം മുതൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനകത്ത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ് ഞാൻ എത്താൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഗോളിനെക്കുറിച്ച് നാം അവെയർ ആയിരിക്കുക, അതിനെക്കുറിച്ച് നാം വിഷ്വലൈസ് ചെയ്യുക, അതിലേക്ക് എത്താൻ നാം എഫോർട്ട് എടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ ചെയ്യേണ്ട ഡ്യൂട്ടികളെക്കുറിച്ച് അവെയറായി കൃത്യമായ ഒരു സിസ്റ്റം മേക്ക് ചെയ്തുകൊണ്ട് വിജയിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ. ആൽഫയുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞ് 24 വർഷമായി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് നല്ല വിജയത്തിലേക്ക് എത്തിക്കുന്ന സ്ഥാപനമാണ്. ആൽഫയ്ക്ക് 2 ക്യാമ്പസാണ്. ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ,
11th 12th പഠിപ്പിക്കുന്ന സ്കൂളാണ്. 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, 3 ഏക്കറുള്ള ഒരു ഹൈടെക് ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ 11th 12th പഠിക്കാം. 11th 12th പഠിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ എൻട്രൻസുകൾക്കുള്ള ട്രെയിനിങ്ങും അതിനോടൊപ്പം ഒരു ക്യാരക്ടർ ഫോർമേഷനും അവരെ ഏറ്റവും മികച്ച കരിയറിലേക്കും ജോബിലേക്കും എത്തിക്കാനായിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. 11th 12th സയൻസ് സ്ട്രീമിനോടൊപ്പം എൻട്രൻസിനും ഒക്കെ പഠിക്കാനായിട്ട് നമ്മുടെ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു ക്യാമ്പസാണ് ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസ്. രണ്ടും ആലപ്പുഴയിലാണ്. ഈ ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള റിപ്പീറ്റർ ബാച്ച് ഉണ്ട്. 1 ഇയർ ഇൻറ്റൻസീവ് ട്രെയിനിങ് അല്ലെങ്കിൽ ലോങ് ടൈം കോച്ചിങ് ഒക്കെ എൻട്രൻസ് പരീക്ഷകൾ ജയിക്കാൻ. അപ്പം ഇങ്ങനെ ഈ 2 ക്യാമ്പസിൻ്റെയും പ്രത്യേകത പേരൻസുമായിട്ട് എപ്പോഴും നല്ല ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ക്യാമ്പസാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും സ്റ്റാഫും ഉള്ള ക്യാമ്പസാണ്. നല്ല ലൈബ്രറി ഫെസിലിറ്റി, നല്ല സ്റ്റഡി മെറ്റീരിയൽസും ഉള്ള ക്യാമ്പസാണ്. വിജയിക്കാനായിട്ട് ക്യാമ്പസിലേക്ക് വരുന്ന മുഴുവൻ കുട്ടികളെയും അതിനനുസരിച്ചുള്ള ഒരു കെയർ കൊടുത്ത് അവരുടെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ക്യാമ്പസാണ് ഈ ആൽഫ അക്കാഡമിയുടെയും ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെയും ആലപ്പുഴയിലുള്ള ക്യാമ്പസ്. ഇപ്പോൾ ഇതേപോലുള്ള ക്യാമ്പസിൽ കോഴ്സുകൾ പഠിക്കാനാവട്ടെ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും കൗൺസിലിംഗ് കാര്യങ്ങളാവട്ടെ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ആൽഫ അക്കാഡമിയും ഇവിടുത്തെ എക്സ്പേർട്ട് ടീമും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.